മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് ധനുഷ്, നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയിൽ അനുവാദമില്ലാതെ സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ധനുഷ്. അനുമതിയില്ലാതെ നാനും റൌഡിതാൻ സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചത് പകർപ്പവകാശ ലംഘനം എന്ന് ധനുഷിന്റെ നിർമ്മാണ കമ്പനി അറിയിക്കുന്നു. നേരത്തെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സിനിമയുടെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ആ ഡോക്യുമെന്ററിയുടെ വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതലുള്ള പ്രശ്നമാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് അത് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത നടപടികളുമായി തന്നെ ധനുഷ് മുന്നിലേക്ക് നീങ്ങുകയാണല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ ഉൾപ്പെടെ നീക്കം? ഈ ധനുഷും നയൻതാരയും തമ്മിലുള്ള പോര് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നിയമ വ്യവഹാരങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ആഴ്ചയാണ് ഈ നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. ഇതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇരുവരും ഒന്നിച്ച അല്ലെങ്കിൽ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് നയൻതാര അഭിനയിച്ച് ധനുഷ് നിർമ്മിച്ച നാനും റൌഡിതാൻ എന്ന സിനിമയുടെ ദൃശ്യങ്ങൾ അതിൽ ഉപയോഗിക്കരുത് എന്ന് കാട്ടി ധനുഷ് നോട്ടീസ് അയച്ചിരുന്നു. അന്ന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ധനുഷിന്റെ നോട്ടീസ്. പക്ഷേ ഇതിന്റെ സിനിമയുടെ ആയി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയെ ഇപ്പോൾ ധനുഷ് സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി നയൻതാരയ്ക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പോര് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ പോയിരുന്നു. പ്രത്യേകിച്ച് നയൻതാരയെ പിന്തുണച്ചും ധനുഷിനെ പിന്തുണച്ചും തമിഴ് സിനിമാ ലോകം അതുപോലെ തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകമൊക്കെ ഒന്നിച്ച് രംഗത്ത് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ ഇത് കോടതി നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി, പ്രത്യേകിച്ച് ധനുഷ് വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളുമായി നയൻതാര തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്ന കത്തെഴുതി വന്നിരിക്കുന്നു. ഏതായാലും ഇതിപ്പോൾ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസ് നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാർത്ത. തീർച്ചയായിട്ടും നയൻതാര ധനുഷ് വിഷയം ഇരുവരും തമ്മിലുള്ള പ്രശ്നം അത് മദ്രാസ് ഹൈക്കോടതിയിൽ വരെ എത്തി നിൽക്കുകയാണ്. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകുന്നത്.